രാജസ്ഥാനിലെ ജയ്പൂരിൽ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ. ജയ്പൂർ സ്വദേശിയായ നിയമ വിദ്യാർത്ഥിനി ആയുഷിയാണ് പിടിയിലായത്. കോടതി ജീവനക്കാരിയായ മാതാവായ നീരജ് ശർമ്മയെ വാടക കൊലയാളികളുടെ സഹായത്തോടെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. വാടക കൊലയാളികളായ ഹേമന്ത്, ആകാശ്, മോഹിത്, അരവിന്ദ്, രോഹിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 3-നാണ് നീരജ് ശർമ്മ കൊല്ലപ്പെട്ടത്. ആയുഷിയുടെ സഹായി ബൽറാമിനായി തെരച്ചിൽ തുടരുകയാണ്. ആയുഷിയുടെ പിതാവ് അസുഖബാധിതനായി മരിച്ച ഒഴിവിലാണ് നീരജ ശർമ്മയ്ക്ക് ജോലി ലഭിച്ചത്. ജോലിയിൽ കണ്ണുവെച്ച് ആയുഷി മാതാവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് അറിയിച്ചു. പിതാവിന്റെ മരണത്തിലും ആയുഷിക്ക് പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിൽ പോക്സോ കേസ് പ്രതി ഭാര്യയടക്കം 6 പേരെ കൊലപ്പെടുത്തി. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയായ രാജ്കുമാർ തനിക്കെതിരെ കേസ് നൽകിയ 17-കാരിയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ അമ്മയെയും മുത്തശ്ശിയെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഷാബാദിലെ വീട്ടിൽ വെച്ച് സ്വന്തം ഭാര്യയെയും 4-1 വയസ്സുള്ള 2 ആൺമക്കളെയും കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. സംഭവ സമയത്ത് പെൺകുട്ടിയുടെ ഭിന്നശേഷിക്കാരിയായ 20 വയസ്സുള്ള സഹോദരി വീട്ടിലുണ്ടായിരുന്നെങ്കിലും സഹോദരിയെ പ്രതി ഉപദ്രവിച്ചില്ല. കൊലപാതകം